100 വർഷം ഒരു സംഘടന പിന്നിടുന്നു. ആ 100 വർഷക്കാലം എന്ത് സാഹചര്യത്തിലാണോ, ഏത് ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണോ, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ സന്നദ്ധ സംഘടന അത് രൂപീകരിച്ച് ആ 100 വർഷം അതിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അഭിമാനകരമായ കാര്യമാണ്. ഇസ്ലാമിക ദർശനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മീയതയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിലും വിവിധങ്ങളായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുവാൻ സമസ്തയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് സമസ്തയുടെ വളർച്ച സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളും വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന നാടാണ് നമ്മുടേത്. ആ നാട് അതുപോലെ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സമസ്ത പോലെയുള്ള സംഘടനകൾ അത്തരം കാര്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ സമീപനം എടുത്തു പറയേണ്ട ഒന്നാണ്. 100 വർഷം പിന്നിടുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സാഹൂതം കാണുവാനും അതിനകത്ത് ശക്തമായ നിലപാടുകളെടുത്ത് പോകുവാനും ഒക്കെ സമസ്തയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇന്ത്യയിലെ നിലനിൽക്കുന്ന ഒരു മതേതര സംവിധാനം അത് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരായാലും അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ശക്തമായ ഒരു ചിന്താധാര രൂപപ്പെട്ടു വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. സമസ്തയുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക ദർശനങ്ങൾ ഊന്നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വർത്തമാന കാല സാഹചര്യങ്ങളോട് സമരസപ്പെട്ട് പോകുന്ന സമീപനമാണ് എക്കാലവും എടുത്തിട്ടുള്ളത്. സമസ്തയുടെ അത്തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ മതേതര സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.